നമുക്കൊപ്പം ഒരു പ്രത്യേകതയുള്ള അതിഥിയുണ്ട്. ശുഭാംശു ശുക്ല ഇപ്പോൾ ഇന്ത്യക്കാർക്ക് മുഴുവൻ അഭിമാനമാണ്. നമുക്കൊക്കെ വലിയ കൗതുകമാണ്, അവിടുത്തെ വിശേഷങ്ങൾ അറിയാനും ഒക്കെയുള്ള കൗതുകമുണ്ട്. അങ്ങനെ ശുഭാംശു ശുക്ലയോട് നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞ ഒരു മിടുമിടുക്കിയാണ് നമ്മളോടൊപ്പം അതിഥിയായി ഇപ്പോൾ ചേരുന്നത്. ഇടുക്കി നരിയമ്പാറ മന്നം മെമ്മോറിയൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ എസ് അനന്തലക്ഷ്മി. അനന്തലക്ഷ്മി ഇവിടെ അതിഥിയായി വരാനുള്ള കാരണം ശുഭാംശു ശുക്ലയുമായി നേരിട്ട് ഈ ബഹിരാകാശ നിലയത്തിൽ നിന്ന് തത്സമയം സംസാരിക്കാൻ അവസരം ലഭിച്ച ആളാണ് അനന്തലക്ഷ്മി എന്നതാണ്. അനന്തലക്ഷ്മി, കൺഗ്രാറ്റുലേഷൻസ്. കാരണം ഞങ്ങൾക്കൊക്കെ ഇത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ആ അത്ഭുതകരമായ കാര്യം ചെയ്ത ആളോട് നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിലും വലിയ സന്തോഷം ഇപ്പോൾ ഈ നിമിഷം വേറെയില്ല. അന്ന് ഈ അവസരം എങ്ങനെയാണ് കിട്ടിയത് എന്നത് നമുക്ക് അറിയണം. അതിനു മുൻപ് അന്ന് അദ്ദേഹത്തോട് എന്തൊക്കെയാണ് സംസാരിച്ചത്? നമുക്ക് വിക്രം സാരാഭായ് സ്പേസ് സെന്ററില് സ്റ്റുഡൻസ് ഔട്ട്റീച്ചിങ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലാണ് നമുക്ക് ഈ അവസരം കിട്ടിയത്. അപ്പോ കേരളത്തിൽ നിന്ന് ഉള്ള 140ഓളം കുട്ടികളായിരുന്നു ആ പരിപാടിയിൽ ഉണ്ടായിരുന്നത്. അപ്പോ അദ്ദേഹത്തിനോട് നമുക്ക് നേരിട്ട് സംശയം എഴുതി ചോദിക്കുകയും ആ ഒരു വീഡിയോ കോൺഫറൻസ് നേരിട്ട് നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ ചോദിച്ചത്. അപ്പോ അദ്ദേഹത്തിന്റെ ഭക്ഷണ രീതി, അതുപോലെ അദ്ദേഹം നടത്തുന്ന പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഹെൽത്തിന് സംഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ്, ആ രീതിയിലാണ് നമ്മൾ അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കാൻ സാധിച്ചത്. എന്നിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു? ഇപ്പൊ 18 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോരുന്നത്. നിങ്ങൾ എത്രാമത്തെ ദിവസമായിരുന്നു നിങ്ങൾ സംസാരിച്ചത്? ഞങ്ങള് ജൂലൈ 3-ാം തീയതിയാണ് സംസാരിക്കാനായിട്ട് അവസരം കിട്ടിയത്. എത്രത്തോളം ഇത് വലിയ പ്രചോദനം തരുന്നുണ്ട്? കാരണം ഇപ്പോൾ ശുഭാംശു ശുക്ലയെ പറ്റി അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, ഒരു മലയാളിയായ സുഹൃത്ത് എഴുതിയത് വായിച്ചിരുന്നു. അദ്ദേഹം ഒരു സാധാരണക്കാരനായ കുട്ടിയായിരുന്നു. പഠിക്കുമ്പോൾ അങ്ങനെ സൂപ്പർ ബ്രില്യൻ്റ് എന്നൊന്നും പറയുന്ന കുട്ടിയല്ല, എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്ന ഒരു സാധാരണ വിദ്യാർത്ഥി, മിടുക്കനായ അച്ചടക്കമുള്ള വിദ്യാർത്ഥിയായിരുന്നു എന്ന്. അങ്ങനെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഇന്നിപ്പോൾ അദ്ദേഹം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തി. അങ്ങനെ ഒരാളോടൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾക്ക് അത് എത്രത്തോളം പ്രചോദനം നൽകുന്നതായിരുന്നു? നമുക്കറിയാം 140 കോടി ഇന്ത്യക്കാരുടെ പ്രതീക്ഷയുമായിട്ടാണ് അദ്ദേഹം അവിടെ ചെന്നത്. അപ്പോ ഇങ്ങനെ ഒരു ഇന്ത്യക്കാരന് ഒന്നും കൂടി അവസരം കിട്ടിയതെന്നുള്ളത് തന്നെ നമ്മുടെ അഭിമാനമാണ്. അപ്പൊ കുട്ടികളായ ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടെന്നും അതുപോലെ നമുക്കും ഇങ്ങനെയൊക്കെ എത്തിച്ചേരാമെന്നും ഒക്കെയുള്ള പ്രചോദനം അദ്ദേഹം നൽകി. അത് നമ്മുടെ ജീവിതത്തിൽ എന്നോളം ഒരു നല്ല ഓർമ്മയായിട്ട് തന്നെ നിലനിൽക്കും. എന്താ അനന്തലക്ഷ്മിക്ക് ആഗ്രഹം? വലിയ ആളാവുമ്പോ എന്താവണമെന്നാണ് ആഗ്രഹം? എനിക്ക് ISROയിൽ ഒരു സയന്റിസ്റ്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ സിവിൽ സർവീസും ആഗ്രഹമാണ്. അപ്പോ തീരുമാനിച്ചിട്ടില്ല. ശരി, ഞാൻ അനന്തലക്ഷ്മിയിലേക്ക് വരാം. ശ്രീ ഷാബു പ്രസാദ്, അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ വളരെ കൗതുകത്തോടെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ്. ശ്രീ ഷാബു പ്രസാദ്, ഞാൻ ഒരു കുട്ടി എന്ന നിലയ്ക്ക് നമുക്കൊക്കെ വലിയ സ്വപ്നങ്ങളുണ്ടാവും. ആകാശം എന്നൊക്കെ പറയുന്നത് നമ്മളോട് എപ്പോഴും പറയാം, ആകാശമാണ് പരിധി എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ റീച്ച് ഫോർ ദ സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഇപ്പോൾ എനിക്ക് അനന്തലക്ഷ്മിയോട് സംസാരിക്കുമ്പോൾ ഒരു കുട്ടിയാവുന്ന ഒരു കൗതുകം, അതായത് ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഒരു ഇന്ത്യക്കാരനോട് നേരിട്ട് സംസാരിക്കാൻ അവസരം ലഭിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് സ്വപ്നം കാണാൻ കഴിയാത്തൊരു തലമുറയുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് അത് സ്വപ്നം മാത്രമല്ല, അത് യാഥാർത്ഥ്യം കൂടി ആവുകയാണ്. ശുഭാംശു ശുക്ലയുടെ ഈ യാത്ര അങ്ങനെ ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്ക് എത്രത്തോളം കരുത്ത് പകരുന്നതാണ്? ഇന്ത്യയിലെ കുട്ടികൾക്ക് എത്രത്തോളം വലിയ പ്രചോദനമാണ്? ഈ മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അനന്തലക്ഷ്മി, ഞാൻ 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ്സിലാണ്. ഞാൻ ഓർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ സമയത്ത് ഞാനന്ന് ഇതുപോലൊരു സ്കൂൾ കുട്ടിയാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടിയാണ് ഞാനന്ന്. അന്ന് ആ കാലം മുതൽ തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ബഹിരാകാശത്തിനോടൊരു സ്പേസിനോട് വല്ലാത്തൊരു പാഷൻ തോന്നിയിട്ടുള്ള കാലമാണ്. നമ്മൾ അന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇവരോട് രാകേഷ് ശർമ്മയോട് സംസാരിക്കുന്നതെന്ന് ആകാശവാണിയിൽ ലൈവ് കേൾപ്പിച്ചിരുന്നു. അന്ന് ദൂരദർശനൊന്നും അങ്ങനെ എത്ര ഇല്ല, TV ഒന്നും കാണാനൊന്നും മാർഗമില്ല, നമുക്ക് പത്രമാണ് പ്രധാന മാധ്യമം. ഞാൻ പഠിച്ചതൊക്കെ മലയാളം മീഡിയത്തിലാണ്. ആ പറയുന്നത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. എങ്കിൽ പോലും ബഹിരാകാശത്തിരുന്ന് രാകേഷ് ശർമ്മ നമ്മളോട് സംസാരിക്കുന്നു എന്ന് കേൾക്കുമ്പം ആ ഇളം പ്രായത്തിൽ ഇങ്ങനെ ശരീരത്തൂടെ പാഞ്ഞു പോയൊരു വൈദ്യുതിയുണ്ട്.
ഒരു വല്ലാത്തൊരു വികാരമുണ്ട്. അതാണ് സത്യം പറഞ്ഞാൽ ഈ മോളുടെ ആ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. സത്യത്തിൽ ആ കാലത്തിലേക്ക് തിരിച്ചു പോയി എന്ന ഒരു 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 തോന്നലാണ് ഉണ്ടായത്. കൺഗ്രാറ്റുലേഷൻസ് മോളെ, വലിയ വലിയ കാര്യമാണത് കേട്ടോ. താങ്ക് യു സർ. വലിയ സംഭവം തന്നെയത്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ കാരണം ഇത് നിങ്ങൾ ഈ കേൾപ്പിച്ചതുണ്ടല്ലോ, ഇപ്പൊ ഈ കുട്ടിയെ ഇതിൻ്റെ അകത്ത് വിളിച്ചിരുത്തി ഇതിൻ്റെ അകത്ത് നമ്മുടെ യുവതലമുറയ്ക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന വലിയൊരു മെസ്സേജാണത്, വളരെ വലിയൊരു മെസ്സേജ്. നന്നായി, വളരെ നന്നായി. കാര്യം ബഹിരാകാശത്തോടും ശാസ്ത്ര സാങ്കേതിക മേഖലയോടുമൊക്കെ നമ്മുടെ യുവതലമുറയ്ക്ക് വലിയ താല്പര്യം ഉണ്ടാക്കാൻ ഇതിന് ഇങ്ങനെയുള്ള പ്രവർത്തികൾക്ക് കഴിയും. മറ്റൊരു വശം കൂടിയുണ്ട്. ഇപ്പം നമ്മുടെ യുവതലമുറ ഈ പ്യുവർ സയൻസിനോട് വലിയൊരു ആഭിമുഖ്യം കാണിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട്. എല്ലാവർക്കും ടെക്നിക്കൽ എഞ്ചിനീയറിങ് ആ ലെവലിൽ പോകാനാണ് താല്പര്യമുള്ളത്. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് സയൻസാണ്, പ്യുവർ സയൻസ്, ഫിസിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണത്. അതിൻ്റെ അകത്തുകൂടി ശ്രദ്ധ വരുത്തുന്ന രീതിയിലായിരിക്കണം, അവർക്ക് താല്പര്യം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ആസൂത്രണങ്ങൾ നടത്തേണ്ടത് എന്നുണ്ട്. കാര്യം അവർ ചിന്തിക്കാൻ, ഇപ്പം കുട്ടികളായാലും ശരി അവരുടെ രക്ഷകർത്താക്കളായാലും ശരി ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ പ്യുവർ ഫിസിക്സ് പഠിച്ചു പോയിട്ട്, അല്ലെങ്കിൽ പ്യുവർ മാത്തമാറ്റിക്സ്, പ്യുവർ കെമിസ്ട്രി, അതിൻ്റെ അകത്ത് ഡിഗ്രി, BSc, MSc ആ ലെവലിൽ പോയിട്ട് എങ്ങനെ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയും എന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് വലിയ റെലവൻസുമുണ്ട്. അതൊക്കെ നമ്മുടെ ഭരണകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. എന്തായാലും ഈ ഒരു സംഭവം, കാര്യം ഈ 40 വർഷം മുമ്പ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോകുന്നത് കാണാനും അതിൻ്റെ അകത്ത് ആ പ്രായത്തിൽ മുതൽ ഇന്ന് വരെ അതിനോട് കഴിയാവുന്ന രീതിയിലൊക്കെ ഇൻ്ററാക്ട് ചെയ്യാനും ആക്റ്റീവ് ആകാനും ഇപ്പോൾ ഈ ശുഭാൻശു ശുക്ല പോകുമ്പോഴും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്കും വലിയൊരു വ്യക്തി എന്നുള്ള നിലയിലും ഇപ്പോഴൊരു ശാസ്ത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിലും ഒരുപാട് അഭിമാനവും സന്തോഷവും ഉണ്ട്. എന്തായാലും അത് ആ കുട്ടിക്കും ആ മോൾക്കും ഒരിക്കൽ കൂടി ഒരുപാട് അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ അങ്ങ് പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്, പ്യുവർ സയൻസിനോട് താല്പര്യമില്ല. നമ്മുടെ കോളേജുകളിൽ ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും പഠിക്കാൻ കുട്ടികളേ ഇല്ല. അവർക്കെല്ലാം വേണ്ടത് മൈക്രോബയോളജി പഠിക്കാം, ബയോടെക്നോളജി പഠിക്കാം, പക്ഷേ സയൻസ് പഠിക്കാൻ വലിയ താല്പര്യമില്ല. അങ്ങനെയുള്ളൊരു കാലത്ത് ഒരു പക്ഷേ രാകേഷ് ശർമ്മയൊക്കെ സമ്മാനിച്ച ഒരു മൊമെൻറ്റം ഉണ്ടല്ലോ, ഈ ബഹിരാകാശത്തെക്കുറിച്ച് അറിയാൻ, പഠിക്കാൻ. അങ്ങനെ ഒരു തലമുറയ്ക്ക് അദ്ദേഹം സമ്മാനിച്ച ഒരു മൊമെൻറ്റത്തെ